നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ആമയിഴഞ്ചാൽ തോട് വൃത്തിയാക്കുന്നതിനിടെ കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മരണത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് മുൻ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയിരിക്കുകയാണ്. സംസ്ഥാന തലസ്ഥാനത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നത് ദൗർഭാഗ്യകരമാണ്. കേരള സർക്കാരിന്റെ കാര്യക്ഷമതയില്ലായ്മയാണ് ഇത് തുറന്നു കാട്ടുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ആമയിഴഞ്ചാൽ തോട് വൃത്തിയാക്കുന്നതിനിടെ കാണാതായ കരാർ തൊഴിലാളി ജോയിയുടെ മൃതദേഹം 3-ാം ദിനം മാത്രമാണ് കണ്ടെടുക്കാനായത്. രക്ഷാദൌത്യമെന്ന് കൊട്ടി ആഘോഷിച്ച പ്രചരണം 3-ാം നാൾ പരാജയപ്പെട്ടപ്പോൾ സർക്കാർ നാവികസേനയുടെ സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. രാജ്യത്ത് സ്വച്ഛ് ഭാരത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 10 വർഷമായി മുന്നോട്ടു പോകുമ്പോൾ മാലിന്യ സംസ്കരണ നിർമ്മാർജ്ജന രംഗത്ത് കേരളത്തിന്റെ പാപ്പരത്തമാണ് ഇപ്പോഴും കാണാൻ കഴിയുന്നത്. ഒരിക്കൽ എതിർത്തിരുന്ന വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായപ്പോൾ കേരളത്തിൽ വികസനം കൊണ്ടുവന്നത് തങ്ങളാണ് എന്ന് മേനി പറയുന്ന വലതുപക്ഷവും ഇതുവരെ തലസ്ഥാനത്ത് ഫലപ്രദമായി അഴുക്കുചാലുകൾ പോലും നിർമ്മിച്ചിട്ടില്ല എന്നതും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിലെ ശുചീകരണം അടക്കമുള്ള അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് ബഹുദൂരം പിന്നിലാണ്. സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണകൊടു കാര്യസ്ഥതയ്ക്ക് ബലിയാടാകേണ്ടി വരുന്നത് ഉപജീവനത്തിനായി ജോലിക്കിറങ്ങുന്ന പാവപ്പെട്ട ആളുകളാണെന്നും ഈ സംഭവം ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. തൊഴിലാളികളുടെ പാർട്ടിയെന്ന് അവകാശപ്പെടുന്നവർ തന്നെ കേരളം ഭരിക്കുമ്പോഴാണ് ഈ ദുരവസ്ഥ എന്നത് തികച്ചും പരിഹാസ്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന CPM ആമയിഴഞ്ചാൽ സംഭവത്തിലെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള രാഷ്ട്രീയ ധാർമ്മികത കാട്ടണമെന്നാവശ്യപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ ജോയിയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. സംഭവത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തി അവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാനുള്ള ആർജവം ഇനിയെങ്കിലും സർക്കാർ കാണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.